നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ നൽകിയ യെല്ലോ അലേർട്ട് പുതുക്കിയാണ് മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലേർട്ടായിട്ട് ഉയർത്തിയത്. ഈ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. മോശം കാലാവസ്ഥയും മഴക്കെടുതിയും തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് നടത്താനിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് പരീക്ഷ പൂർണ്ണമായും മാറ്റിവെച്ചു. ഇതിൻ്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗവും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകളും തുല്യതാ പരീക്ഷകളും മഴയെ തുടർന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. MG സർവകലാശാല മറ്റന്നാൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ടെന്നും ഇവിടങ്ങളിലെല്ലാം തന്നെ പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, എണ്ണ വിതരണ കമ്പനികളുടെ പ്രതിമാസ വില പുനർനിർണ്ണയത്തിൻ്റെ ഭാഗമായിട്ട് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിലയിൽ 209 രൂപയുടെ കുറവ് വരുത്തിയിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസമേകുന്നതാണ് ഈ വിലക്കുറവ്. അതേസമയം ഗാർഹിക LPG ഉപഭോക്താക്കൾ ഓഗസ്റ്റ് 15-നകം ഈ KYC നടപടികളൊക്കെ പൂർത്തിയാക്കണമെന്ന് പൊതുമേഖല എണ്ണ കമ്പനികൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി കേവലം 15 ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇതിനായിട്ട് ബാക്കിയുള്ളത്. അർഹരായിട്ടുള്ള യഥാർത്ഥ ഉടമകൾ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് എന്നും വിതരണത്തിൽ പൂർണ്ണ സുതാര്യതയുണ്ട് എന്നും ഉറപ്പുവരുത്താനാണ് 2024 ആരംഭിച്ച ഈ നടപടി ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് കമ്പനികൾ ഔദ്യോഗിക സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. നിശ്ചിത തീയതിക്കകം തന്നെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പിലുള്ളത്. കൂടാതെ നിലവിൽ ഈ KYC പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്ന് സിലിണ്ടർ ബുക്ക് ചെയ്യാനും സാധിക്കൂ എന്നതും പ്രത്യേകതയാണ്. കൂടാതെ നിലവിൽ ഈ KYC പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്ന് സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഗ്യാസ് വിതരണ ഏജൻസികൾ വഴിയോ കമ്പനികളുടെ ഔദ്യോഗിക ആപ്പ് മുഖേനയോ ഉപഭോക്താക്കൾക്ക് ഈ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ഇതുകൂടാതെ വീട്ടിൽ സിലിണ്ടർ എത്തിക്കാനായിട്ട് ഡെലിവറി ജീവനക്കാർ എത്തുമ്പോഴും ഈ KYC ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ റിസർവേഷൻ കൗണ്ടറുകൾ വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ കൂടുതൽ എളുപ്പമാകും. കൗണ്ടറുകൾക്ക് മുന്നിലെ നീണ്ട ക്യൂ ഒഴിവാക്കാനും ടിക്കറ്റ് ബുക്കിംഗ് പ്രക്രിയയൊക്കെ തന്നെ ലളിതമാക്കാനും ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ റെയിൽവേ പുതിയ ടോക്കൺ സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തുകയാണ്. ആരംഭത്തിൽ തിരഞ്ഞെടുത്ത ചില റെയിൽവേ സോണുകളിൽ മാത്രമായിരിക്കും ഈ സൗകര്യം ലഭ്യമാവുക. കൗണ്ടറുകളിൽ നേരിട്ടെത്തി ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് മാത്രമാണ് ഈ പുതിയ മാറ്റം ബാധകമാകുന്നത് എന്നും IRCTC വെബ്സൈറ്റോ ആപ്പോ വഴിയുള്ള നിലവിലെ ഓൺലൈൻ തൽക്കാൽ ബുക്കിംഗ് രീതികളിൽ യാതൊരുവിധ മാറ്റവുമില്ലാതെ പഴയപടി തന്നെ തുടരുമെന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതിപ്പോൾ 1 മാസത്തേത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിതമായിട്ടുള്ള NSAP നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴി ലഭിക്കുന്ന വിഹിതം 200, 300, 500 രൂപ വീതം കുറവ് വന്നവർക്ക് ആ തുക ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ തുക ലഭിച്ചവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ലഭിക്കാനുള്ളവരും തീർച്ചയായിട്ടും കമൻറ്റായിട്ടും അറിയിക്കുക. ഇനി വരാനിരിക്കുന്ന ഓഗസ്റ്റ് 15-ന് ശേഷം ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 2 മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 4000 രൂപയും ഒന്നിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓഗസ്റ്റ് 26-ന് തിരുവോണം വരുന്നതിനാൽ തന്നെ ഉത്രാടപ്പാച്ചിലിന് മുൻപ് തന്നെ ഈ തുക എല്ലാവരിലേക്കും എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. എന്നാൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായിട്ടാണ് ഇപ്പോൾ നൽകുന്നത് എന്നതിനാൽ തന്നെ അടുത്ത പെൻഷൻ ഗഡുവിനായിട്ട് നമ്മൾ ഒക്ടോബർ മാസം അവസാന വാരം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യം കൂടി പെൻഷൻകാരെല്ലാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്നിവയിലെ കുടിശ്ശിക ആനുകൂല്യങ്ങളും നമുക്ക് ഈ ഓണക്കാലത്ത് ഒരുപക്ഷെ വിതരണം ചെയ്തേക്കും. എന്നാൽ ഇതെല്ലാം തന്നെ മുടങ്ങാതെ ലഭിക്കുന്നതിന് ബയോമെട്രിക് മസ്റ്ററിംഗ് വളരെ കൃത്യമായി തന്നെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടപടികൾ വളരെ വേഗത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വെറും 12 ദിവസം കൊണ്ട് തന്നെ പകുതിയോളം ആളുകൾ ഇത് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മസ്റ്ററിംഗ് ചെയ്യാൻ സെപ്റ്റംബർ 30 വരെ സമയമുണ്ടെങ്കിലും അവസാന നിമിഷത്തേക്ക് കാര്യങ്ങൾ മാറ്റിവെക്കാതെ എത്രയും വേഗം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക.
കാരണം മസ്റ്ററിങ് ചെയ്യുമ്പോൾ ബയോമെട്രിക്, അതായത് വിരലടയാളം പരാജയപ്പെടുകയാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും. അതിനുള്ള സമയം കൂടി കണ്ടെത്താനായിട്ട് നേരത്തെ തന്നെ മസ്റ്ററിങ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് 30 രൂപയാണ് ഫീസ്. ഇനി കിടപ്പ് രോഗികളായിട്ടുള്ള പെൻഷൻകാർ വീട്ടിലുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ 50 രൂപ ഫീസിലൊക്കെ തന്നെ നിങ്ങളുടെ വീടുകളിലെത്തി ഹോം മസ്റ്ററിങ് ചെയ്യുന്ന സംവിധാനവും ഇപ്പോൾ ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. 3-ാം തീയതി മുതൽ സാധാരണ റേഷൻ സാധനങ്ങൾ വാങ്ങാം. എന്നാൽ ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ അരിയും സൗജന്യ ഓണക്കിറ്റും ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഗസ്റ്റ് 10 ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് ലഭ്യമാകൂ. ഓരോ കാർഡ് വിഭാഗത്തിനും വെവ്വേറെ ആനുകൂല്യങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും തികച്ചും സൗജന്യമാണ്. കൂടാതെ പാക്കറ്റിന് 7 രൂപ നിരക്കിൽ 3 പാക്കറ്റ് ആട്ടയും 16 ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റും ഓഗസ്റ്റ് 10 മുതൽ ഇവർക്ക് ലഭിക്കും. പിങ്ക് കാർഡുകാരെ സംബന്ധിച്ച് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. ഗോതമ്പിന് പകരം ആട്ട എടുക്കുകയാണെങ്കിൽ പാക്കറ്റ് ഒന്നിന് 1 രൂപ നൽകണം. നീല കാർഡ് ഉടമകൾക്ക് സാധാരണ വിഹിതമായിട്ട് ഓരോ അംഗത്തിനും കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ അരി ലഭിക്കും. ഇതിന് പുറമെ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭ്യമാണ്. ഇനി വെള്ള കാർഡ് ഉടമകളാണെങ്കിൽ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ സ്പെഷ്യൽ ഗോതമ്പും ലഭിക്കും. കൂടാതെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ 10 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും സ്റ്റോക്ക് അനുസരിച്ച് ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും വാങ്ങാനുള്ള അവസരമുണ്ട്. ബ്രൗൺ കാർഡുകാർക്ക് അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും ആട്ട 17 രൂപയ്ക്കുമാണ് ലഭിക്കുക. റേഷൻ കടകൾക്ക് പുറമെയായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി എല്ലാ കാർഡ് ഉടമകൾക്കും 20 കിലോ ഓണം സ്പെഷ്യൽ അരി അത് കിലോയ്ക്ക് 26 രൂപ നിരക്കിലും 10 കിലോ സാധാരണ അരി കിലോയ്ക്ക് 33 രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ്. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെയും സപ്ലൈകോയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന 2026 ഓണം വിപണി ഇടപെടലിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് സംസ്ഥാനതല സപ്ലൈകോ ഓണം ട്രേഡ് ഫെയറുകളൊക്കെ തന്നെ ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന മേളകളുടെയൊക്കെ തന്നെ ഉദ്ഘാടനം അത് ഓഗസ്റ്റ് 8-ാം തീയതി നടക്കും. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ പ്രധാന കേന്ദ്രങ്ങളിൽ വിപുലമായിട്ടുള്ള ഓണം മെഗാ ഫെയറുകളാണ് സംഘടിപ്പിക്കുന്നത്. തുടർന്ന് ഓഗസ്റ്റ് 12 മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലാ തലങ്ങളിലും നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലും പ്രത്യേക ഓണച്ചന്തകൾ ജനങ്ങൾക്കായിട്ട് സജ്ജമാക്കും. ഇതിൽ മറ്റു 11 ജില്ലകളിലെയും ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 16 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക. ഓണക്കാലത്തെ വിലക്കയറ്റം ഫലപ്രദമായിട്ട് തടയുന്നതിനായിട്ട് നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള 13 ഇനം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ഓണം സ്പെഷ്യൽ സാധനങ്ങൾക്കും പുറമെ ഹോർട്ടികോർപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് പച്ചക്കറികളും വളരെ കുറഞ്ഞ വിലയിൽ ഈ മേളകളിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ചയുണ്ടായ വർധനവിന് പിന്നാലെ ഓഗസ്റ്റ് 1 ശനിയാഴ്ച സ്വർണ്ണ നിരക്കുകൾ താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,220 രൂപയിലും പവന് 280 രൂപ കുറഞ്ഞ് 1,05,760 രൂപയിലുമാണ് ശനിയാഴ്ച വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.